മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇലക്ഷൻ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് മുന്നണിയെയും എടുത്തു നോക്കിയാൽ NDA BJP കേരളത്തിൽ നേരിട്ടിട്ടുള്ളത് ഇടതിനെയും വലതിനെയും മാത്രമല്ല. ഇടതാണെങ്കിൽ ഈ പറയുന്ന UDF-നെയും BJP-യെയും, UDF ആണെങ്കിൽ ഇടതിനെയും BJP-യെയും നേരിടുമ്പോഴും BJP കേരളത്തിൽ നേരിട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളെ കൂടിയാണ് എന്നുള്ളത് സകല മലയാളികളും വിവേകത്തോടു കൂടി തന്നെ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം ഉൾപ്പെടെ സകല സമയത്തും ആവുന്നതുപോലെ ഓരോ മാധ്യമ പ്രവർത്തകരും, പ്രമുഖ മാധ്യമങ്ങളിലെ ഓരോ മാധ്യമ പ്രവർത്തകരും ആവുന്നതുപോലെ ഓരോ വാർത്തക്കും ഇടയിൽ കുത്തി BJP-ക്കെതിരെ പരമാവധി പണിയെടുത്തിട്ടുണ്ട്. അതും മറികടന്നുകൊണ്ട് BJP-ക്ക് വലിയ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു എന്ന എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ വ്യക്തമാക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 000 എന്നായിരുന്നു മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞത്. അത് മറികടന്ന് എക്സിറ്റ് പോളുകൾ വന്ന് 3 പറഞ്ഞു, അത് കഴിഞ്ഞ് 5 പറഞ്ഞു, 7 പറഞ്ഞു, 11 പറഞ്ഞു, 14 പറഞ്ഞു. സകല മലയാളികൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ BJP-ക്ക് 1-0 എന്നുള്ള ചർച്ചയ്ക്ക് പകരം ഈ 2026 ടുഡേയ്സ് ചാണക്യ പോലും പറയാ 11 എന്ന്. ഇത് വന്നിട്ട് പോലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പരമാവധി അവഗണിക്കുക. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം, ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം നമ്മളൊരു ചാനലിലേതാണ് കാണിക്കുന്നത്. സകല പ്രമുഖ മാധ്യമങ്ങളും BJP-ക്കെതിരെയാണ് പണിയെടുത്തത് എന്നതിന്റെ തെളിവാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. മാരാർജി ഭവനിൽ BJP ലീഡേഴ്സിന്റെ അടുത്തേക്ക് മാധ്യമങ്ങൾ പോകുന്നു. അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. കുമ്മനം രാജശേഖരനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ കേട്ടു. അതൊരു പൊതുവെയുള്ളൊരു വിലയിരുത്തലാണ്. കാരണം 2 മുന്നണിയും ജനങ്ങൾ മടുത്തു. അപ്പോൾ അതാണ് ഈ എക്സിറ്റ് പോളിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടി ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ സംഭവിക്കുകയാണോ? തീർച്ചയായിട്ടും ഇതൊരു വഴിത്തിരിവാണ്. കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു വഴിത്തിരിവാണ്. ഇപ്പോൾ ഒരു നാൾ കവലയിൽ വന്നിരിക്കുകയാണ്. ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് ഫലത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ കേട്ടില്ലേ, കേരള രാഷ്ട്രീയം മാറാൻ പോകുന്നു, ഇടതിനെയും വലതിനെയും ജനം മടുത്തു, അങ്ങനെ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞത് എന്താണ് എന്ന് മാരാർജി ഭവനിൽ PC ജോർജ് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊക്കെ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞതിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കും. KG കമലേഷ് ചേരുന്നു മാരാർജി ഭവനിൽ നിന്ന്. കമലേഷ്, KPCC ആസ്ഥാനത്ത് വർണ്ണാഭമായ ത്രിവർണ്ണ പതാകയൊക്കെ ഉള്ള പന്തലാണെങ്കിൽ ഇതൊരു മോഹപ്പന്തലാണ്. PC ജോർജ് അടക്കമുള്ള NDA നേതാക്കളും BJP നേതാക്കളും കെട്ടി ഉയർത്തിയിരിക്കുന്നത്. ആ പന്തലിൽ താമരകൾ വിരിയും. നിങ്ങൾ കേട്ടില്ലേ, KPCC-യിൽ ത്രിവർണ്ണ പതാക, അതേസമയം മാരാർജി ഓഫീസില് BJP-യുടെ സംസ്ഥാന ഓഫീസിൽ മോഹപ്പന്തലാണോ? യഥാർത്ഥത്തിൽ എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം, ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ ഇവിടെ എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിൽ ഈ റിസൾട്ട് വരുമ്പോ 140 മണ്ഡലങ്ങളിലും ഏറ്റവും വലിയ വളർച്ച ഉണ്ടാവാൻ പോകുന്ന പാർട്ടി BJP ആണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല എന്നുള്ളത് ആർക്കും വിളിച്ചു വരാൻ സാധിക്കൂലേ? ആർക്കും. അത്രത്തോളം ഗ്രൗണ്ടിൽ ഇത്തവണ BJP-യുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടന്നിട്ടില്ലേ? എല്ലാ സ്ഥലത്തും ജയിക്കുക എന്നല്ല പറയുന്നത്, മറിച്ച് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ, ഞാൻ എടുത്തു പറയാ, 140 മണ്ഡലങ്ങളിലും വളരെ വലിയ വളർച്ച ഉണ്ടാവാൻ പോകുന്ന പാർട്ടി എന്ന് പറയുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് ഒരു മോഹപ്പന്തലും അല്ല കേരളത്തിൽ BJP പടുത്തുയർത്തിയിട്ടുള്ളത്. ഒരു മോഹപ്പന്തലും ഒരു ദിവാസ്വപ്നവും കണ്ടല്ല, കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ജനങ്ങളിലേക്ക് BJP ഇറങ്ങി ചെന്നിട്ടുണ്ട്. ആ പണിയെടുത്തതിന്റെ റിസൾട്ടിന് ഒരു മോഹപ്പന്തലും അല്ല, നല്ല ഒന്നാം തരത്തിൽ തന്നെ, നല്ല ഒന്നാം രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് ഇത്രയും ആത്മവിശ്വാസത്തിൽ പറയുന്നു? ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 36 സീറ്റുകളിൽ 30,000-ത്തിലധികം വോട്ടുണ്ട് BJP-ക്ക്. ഇതൊക്കെ മാധ്യമങ്ങൾ ഇലക്ഷൻ സമയത്തോ അത് കഴിഞ്ഞിട്ടോ ആരെങ്കിലും ഒന്ന് ചർച്ച ചെയ്തോ? അതേ സമയം മോഹപ്പന്തൽ അങ്ങനെ പുച്ഛിച്ച കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്ന് സകല പ്രമുഖ മാധ്യമങ്ങളും പരമാവധി പുച്ഛിക്കുക. ഞാനിവിടെ ഒരു 36 വെറുതെ ഒന്നല്ല, എക്സിറ്റ് പോളിൽ 11, 14 ഈ കണക്കൊക്കെ പുറത്തേക്ക് വന്നത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില്
36 മണ്ഡലങ്ങളില് 30,000-ത്തിലധികം വോട്ടുണ്ട്. കേരളത്തിലെ 000 എന്ന് പറയുമ്പോ ഈ കണക്കൊക്കെ പരമാവധി മറച്ചു പിടിക്കുക. ഞാൻ ആ മണ്ഡലങ്ങളുടെ പേരൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 36 മണ്ഡലങ്ങളുണ്ട്. 1 നേമം, കാട്ടാക്കട, കയക്കൂട്ടം, വട്ടിയൂർക്കാവ്, പാറശാല, ആറ്റിങ്ങല്, ചിറയൻകീഴ്, തിരുവനന്തപുരം, കുന്നത്തൂർ, കൊല്ലം, കരുനാഗപ്പള്ളി, ചാത്തന്നൂര്, കൊട്ടാരക്കര, കുണ്ടറ, ആറന്മുള, ചെങ്ങന്നൂർ, കായംകുളം, ഹരിപ്പാട്, മാവേലിക്കര, അരൂർ, തൃപ്പൂണിത്തറ, തുറ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മന്നലൂര്, നാട്ടിക, ചേലക്കര, കൊടുങ്ങല്ലൂര്, ഷൊർണൂർ, ഒറ്റപ്പാലം, നെന്മാറ, മലമ്പുഴ, പാലക്കാട്, സുൽത്താൻ ബത്തേരി, കുന്നമംഗലം, കാസർഗോഡ്, മഞ്ചേശ്വരം. ഇത്രയും സീറ്റില് 30,000-ത്തിലധികം വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ലിസ്റ്റിലില്ലാത്തയും ഒരുപാട് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം. കോഴിക്കോട് നോർത്തും സൗത്തും ഒക്കെ, തിരുവല്ലയില്, അങ്ങനെ എത്ര സീറ്റിൽ ഇത്തവണ BJP പാലയില് 30,000 കഴിഞ്ഞവരുടെ വോട്ടിന്റെ ലിസ്റ്റിലില്ല. പാല, തിരുവല്ല, കോഴിക്കോട് നോർത്ത്, സൗത്ത് ഇതൊന്നുമില്ല. പക്ഷെ അവിടെ പോലും ത്രികോണ മത്സരം BJP നടത്തിയിട്ടുണ്ട്. ഈ റിസൾട്ട് 10, 15, 10 ഇതിലപ്പുറം കേരളത്തിൽ വലിയൊരു മാറ്റം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു മോഹപ്പന്തലും അല്ല, നല്ല ഒന്നാം തരം പന്തലിട്ട് ആഘോഷിക്കാനുള്ള വക വരുന്ന റിസൾട്ടിലുണ്ട്. അത് കണക്കും വിവേകവും ഉള്ളവർ ചിന്തിക്കുമ്പോ അത് അത്തരത്തിൽ അംഗീകരിക്കൂ. പ്രമുഖ മാധ്യമങ്ങളിൽ എന്ത് റിസൾട്ട് വന്നാലും BJP എങ്ങനെ പുച്ഛിക്കുക എന്നുള്ളത് മാത്രമേ ഇവർ കണക്കെടുത്ത് മുന്നോട്ട് പോകും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് മണിക്കൂറിലേക്കോ നാളെ റിസൾട്ട് വരുമ്പോഴും കാണാം 1, 2, 3, 4 എന്ന് എണ്ണുന്ന സമയത്ത് പോലും ഭയങ്കര വിഷമിക്കും. ഇത് സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടതാ. കേരളത്തിൽ UDF-ഉം LDF-ഉം മത്സരിച്ചാൽ അവർക്ക് എതിർ പാർട്ടിയെ മാത്രം നോക്കിയാൽ. BJP മത്സരിക്കുമ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത്, തുടാപ്പികള്, ജിഹാദികള്, തീവ്രചിന്താഗതിക്കാര്, എന്നിട്ട് ഇവരുമാണെങ്കിൽ ഒരു ടീമായി നിൽക്കും. ഏതെങ്കിലും മാധ്യമം പറഞ്ഞോ നേർക്ക് മുട്ടിയിട്ട് നിങ്ങൾ പരാജയപ്പെടുത്തു, അല്ലാത്തത് ചെറ്റത്തരമാണ് എന്ന് ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം പറഞ്ഞോ? ഈ മഞ്ചേശ്വരത്ത് ഇടത് വലത് കൂട്ടുകെട്ടില്ലെങ്കിൽ സുരേന്ദ്രനൊക്കെ ഏത് തിരഞ്ഞെടുപ്പിൽ എത്ര മുമ്പേ MLA ആയി പോയിരുന്നു. അവിടെ ചെയ്യുന്നത് ചെറ്റത്തരമാണ്, നെറികേടാണ് എന്ന് ഏതെങ്കിലും പ്രമുഖ മാധ്യമം ചർച്ച ചെയ്തു? കാസർഗോഡ് മണ്ഡലത്തില്, പാലക്കാട് മണ്ഡലത്തില്, എന്തെങ്കിലും ഈ നേമം മണ്ഡലത്തില് ഈ ടൈപ്പ് നടത്തിയല്ല UDF LDF ഇതൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞു ചെറ്റത്തരമാണ്? ഒരിക്കലും പറയുന്നില്ല. ഇത് മലയാളികൾ തിരിച്ചറിയാം. പ്രമുഖ മാധ്യമങ്ങളെയും മറികടന്ന് ഒന്നൊന്നര റിസൾട്ടിലേക്കാണ് കേരളത്തിൽ BJP എത്താൻ പോകുന്നത്. ഒരു തർക്കവും വേണ്ട. 140 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാവാൻ പോകുന്ന പാർട്ടി BJP ആണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. റിസൾട്ടിലേക്കുള്ള മണിക്കൂറുകൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കും. ഇവിടെ ഇടത്തും വലതൊക്കെ എത്ര കാലമായിട്ട് നാട് മുടിച്ച് മുന്നോട്ട് പോവാ. ഇതിനൊരു മാറ്റം വലിയ രീതിയിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.